ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാ നോമ്പിനും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ലേ ഈ സമൂസ. അത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളതാണ്. എന്നാൽ ഇത് നല്ല ക്രീമി റിച്ച് ആയിട്ടുള്ള ഒരു വേറെ തന്നെ ടേസ്റ്റ് ആട്ടോ ഇതിന്. നോർമൽ സമൂസ ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ഉണ്ടാക്കുക. ഇത് റഷ്യൻ സമൂസയാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ നല്ല ക്രീമി റിച്ച് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ശേഷം ഒരു ഉള്ളി ആട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ഉള്ളിയാണ് എടുത്തത്. അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൽ കുറച്ചധികം തന്നെ ക്യാബേജ് ഉണ്ട്. അതിൽ കുറച്ചാട്ടോ ക്യാരറ്റ് ഉള്ളൂ. എന്നിട്ട് അതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതായത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മൈദപ്പൊടിയിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ എടുത്തത്. 1 കപ്പ് പാൽ മുഴുവനായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് തന്നെ നമ്മൾ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്താ പറയുക കട്ട കെട്ടിപ്പോകും കേട്ടോ. അപ്പം മെല്ലെ മെല്ലെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിക്കാക്കി എടുക്കുക കേട്ടോ. ആ സമയമെല്ലാം തീ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ വെജിറ്റബിൾസ് എന്താ പറയുക കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സമയം ഞാൻ കുറച്ച് മൊസറല്ല ചീസില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അതൊക്കെ ഓപ്ഷനലാണ്. ഇനിയിപ്പോൾ ഉപ്പ് മുളക് മഞ്ഞളിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ആ ചിക്കൻ ആ സോസിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇല്ലേ, കുക്ക് ചെയ്ത വെജിറ്റബിൾസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ആ സോസിൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ല ടേസ്റ്റായിട്ട് ഫില്ലിങ് കഴിക്കാൻ എന്താ പറയുക അടിപൊളിയാണ്. ഒരു വട്ടങ്ങൾ ഇതേപോലെ സമൂസ ഉണ്ടാക്കിയായില്ലേ പിന്നെ എന്നും ഈ രീതിക്കാട്ടോ ഉണ്ടാക്കുള്ളൂ. അത്രക്കും അടിപൊളിയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടോ. ഉപ്പ് എരിവ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് പാകത്തിനാണെങ്കിൽ പിന്നെ ഒന്നും നമ്മൾ ഇടേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി കുറച്ച് കട്ടിയിൽ കലക്കിയെടുത്തതാണ്, കുറച്ച് വെള്ളത്തിൽ. ഇനിയിപ്പോൾ ഇതാ സ്വിഷിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തത്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആ പ്ലേറ്റിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. സമൂസ ഷീറ്റൊക്കെ ഫോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാളുള്ളൂ. എന്നിട്ട് ഒരു ടീസ്പൂണ് മസാല വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെ ഫില്ലിങ്ങിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ല പ്രസ്സിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി.
അവിടെ കുറച്ച് മൈദൻ്റെ തിക്കായിട്ടുള്ള ബാറ്ററി ഇല്ലേ അതവിടെ ആക്കി കൊടുക്കുക. അതാകുമ്പോൾ നല്ല പോലെ ഒട്ടി നിന്നോളും, പിന്നെ അത് വിട്ടൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയിൽ ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10-15 ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒക്കെ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉള്ളിൽ മസാലയൊക്കെ കുക്കായതാണ്. അപ്പോൾ ഒരുപാട് സമയം വെച്ചിട്ട് ഭയങ്കരമായിട്ട് കളറ് മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കളറായപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കോരിയെടുക്കാം കേട്ടോ. നമുക്ക് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സമൂസയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് വരും കേട്ടോ. ഒരു വട്ടം നിങ്ങൾ ഇത് ഉണ്ടാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഉണ്ടാക്കാൻ നോക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.